നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ തയ്യാറെടുപ്പിലേക്ക് കോൺഗ്രസ്. നിർണായക കോൺഗ്രസ് നേതൃയോഗങ്ങൾ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ചേരും. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ യോഗത്തിൽ ചർച്ചയാവും. രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പ്രചാരണ സമിതി യോഗത്തിൽ പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. ഉച്ചകഴിഞ്ഞ് KPCC ഭാരവാഹികളുടെയും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെയും യോഗം ചേരും. ഗോപാൽ ശിലാസനലുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗോപാൽ, വളരെ വേഗത്തിൽ കാര്യങ്ങൾ നീക്കുകയാണ്. അതിൽ രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിലുള്ള പ്രചാരണ സമിതി ഒപ്പം തിങ്കളാഴ്ച വലിയ യോഗങ്ങളൊക്കെ ചേരുന്നു. ചർച്ചയാകുന്നത് വലിയ എങ്ങനെയൊക്കെ വിജയസാധ്യതകൾ എന്നുള്ള കാര്യങ്ങൾ. ഇനി എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികളടക്കം എങ്ങനെയൊക്കെയാണ് നീക്കങ്ങൾ കോൺഗ്രസിന്റെ? ശ്രുതി, കീർത്തന, തദ്ദേശ തെരഞ്ഞെടുപ്പിലേതുപോലെ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതും അതിനോടൊപ്പം പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതും തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുന്നതുമെല്ലാം തന്നെ അനുകൂല ഘടകമാണ് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വേഗത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങളും കോൺഗ്രസിൽ പുരോഗമിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ചില നിർണായക യോഗങ്ങൾ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് KPCCയിൽ വെച്ച് ചേരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട പ്രചാരണ സമിതി യോഗമാണ്. രമേശ് ചെന്നിത്തല അധ്യക്ഷനായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതി, ആ സമിതിയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അജണ്ടയായി എത്തും. ഏത് തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എല്ലാത്തരം ജനവിഭാഗങ്ങളെയും കയ്യിലെടുക്കാൻ കഴിയുന്ന രീതിയിൽ ആകർഷകമായും അതിനോടൊപ്പം തന്നെ LDFന്റെ വീഴ്ചകളും പോരായ്മകളും രാഷ്ട്രീയ തർക്കങ്ങളും എല്ലാം തന്നെ ഉയർത്തിക്കാട്ടുന്ന തരത്തിലേക്കുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ എങ്ങനെ ആവിഷ്കരിക്കണം, എങ്ങനെ ആസൂത്രണം ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതി യോഗത്തിൽ പ്രധാനമായും ചർച്ചയാകുക. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗവും അതിനോടൊപ്പം തന്നെ ഭാരവാഹി യോഗവും ചേരുന്നുണ്ട്. ഈ യോഗത്തിലും സുപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ, എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കേണ്ടത്, എങ്ങനെയാണ് ഉള്ളിലുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങളാകട്ടെ അല്ലെങ്കിൽ അടുത്ത അജണ്ടകളാകട്ടെ നടത്തി തീർത്ത് മുന്നോട്ട് പോകേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങളാകും ഈ രണ്ട് യോഗങ്ങളിലും ചർച്ചയാവുക. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വോട്ട് ചേർക്കലിൻ്റെ പുരോഗതി എത്രത്തോളം ഉണ്ട് എന്ന കാര്യം കൂടി പരിശോധിക്കും. കാരണം ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന് തൊട്ട് മുൻപായി നടത്തി ചേർക്കുന്ന ഒരു സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി വോട്ട് ചേർക്കലാണ്. പുതിയ വോട്ടുകൾ ചേർക്കുന്നതും അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിലില്ലാത്ത തങ്ങളുടെ വോട്ടെന്ന് ഉറപ്പുള്ളവരെ പട്ടികയിലേക്ക് കൊണ്ടുവരുന്നതും അടക്കമുള്ള കാര്യങ്ങളാണ് ഈ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട പ്രധാനമായും ഉള്ളത്. അപ്പോൾ എത്രത്തോളം വോട്ടുകൾ ഓരോ മണ്ഡലങ്ങളിലും ചേർക്കാൻ സാധിച്ചു എന്ന കാര്യം വിശദീകരിക്കും. അതിനോടൊപ്പം തന്നെ ഓരോ മണ്ഡലത്തിലെയും ഓരോ പ്രദേശത്തെയും ചുമതലകൾ ഓരോ നേതാക്കൾക്ക് വീതിച്ച് നൽകുന്ന ഒരു തീരുമാനം, അതിലെ തീരുമാനം കൂടി ഈ KPCC യോഗത്തിൽ അന്നത്തെ ദിവസം കൈക്കൊള്ളും എന്നതാണ് നമുക്കറിയാൻ സാധിക്കുക. എന്താണെങ്കിലും അരയും തലയും മുറുക്കി കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാകുന്നു എന്ന് തന്നെ വേണം ഈ നിർണായക യോഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. വ്യക്തമാണ്. ഗോപാൽ ശിലാസനലാണ് വിശദാംശങ്ങൾ നൽകിയത്.